യുവർ ന്യൂ സെഷൻ. ഇന്നൊരു പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനു മുമ്പിട്ടിരിക്കുന്ന വീഡിയോകളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആ വീഡിയോസ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ കാണുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്, നമുക്കെല്ലാവർക്കും വിജയിക്കാൻ താല്പര്യമാണ്. പക്ഷെ എങ്ങനെയാണ് വിജയം നമുക്ക് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിനെ പറ്റി വളരെ ക്ലാരിറ്റി കുറവാണ്. എല്ലാവർക്കും അല്ല, ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്ക് മാത്രമാണ് ക്ലാരിറ്റി കുറവുള്ളത്. വിജയം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതിനകത്തുണ്ട് എന്താണ് ജയം എന്ന് പറയുന്നൊരു കാര്യം അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ വിജയം എന്ന് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറയുമ്പോൾ നമ്മൾ എന്തായാലും അത് ജയിക്കുന്നുണ്ടായിരിക്കും. വിജയം 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 എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കുക. അപ്പോൾ വിജയിക്കാൻ ആവശ്യമുള്ള 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ആദ്യമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മേഖല ഏതാണോ ആ മേഖലയെ നമ്മൾ ചൂസ് ചെയ്തെടുക്കുക. ഒരുപാട് മേഖലകൾ നമുക്ക് ഇഷ്ടമായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന മേഖല ഏതാണോ, ജോലി ചെയ്യാനായിട്ട് താല്പര്യമുള്ള മേഖല ഏതാണോ ആ മേഖലയെ നമ്മൾ ചൂസ് ചെയ്തെടുക്കുക. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഇഷ്ടപ്പെട്ട മേഖല എടുത്തതിന് ശേഷം അതിനകത്ത് ഒരു ചെറിയ മേഖലയെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുകയും അതിനകത്ത് വരുന്ന കൂടുതൽ ന്യൂസസ് പഠിക്കുകയൊക്കെ ചെയ്യുക. അതായത് നമ്മൾ ആ ഒരു മേഖലയെക്കുറിച്ചിട്ട് നല്ലൊരു ഇൻഡെപ്ത് നോളേജ് നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് നോക്കുക. അത് നമുക്ക് നോളജ് എത്രത്തോളം കിട്ടുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു കേന്ദ്രബിന്ദുവായിട്ട് ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് എന്താണോ, അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അതിനകത്ത് നമുക്ക് എത്രത്തോളം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യാം. മൂന്നാമതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, എന്നാൽ മാത്രം നമുക്ക് രണ്ടാമത്തെ സ്റ്റേജിൽ പറഞ്ഞ കാര്യങ്ങളിൽ നന്നായിട്ടൊരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. മൂന്നാമതായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, താൻ മാത്രം രക്ഷപ്പെടുക എന്നുള്ളൊരു മനോഭാവം വെടിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് മറ്റൊരാളെ സഹായിക്കാനും കൂടിയാണ്. അതായത് ഞാൻ മാത്രം എന്നുള്ള ഭാവം വെടിഞ്ഞ് നമ്മുടെ കൂടെ ആരൊക്കെയാണോ ഉള്ളത് അവരെല്ലാവരെയും സഹായിക്കുക എന്നുള്ളൊരു മനോഭാവത്തിലോട്ട് നമ്മൾ മാറുക. അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നന്നാവുകയും അതിനകത്ത് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വിജയം വളരെയധികം എളുപ്പമായിരിക്കും. അപ്പം വിജയിക്കാനായിട്ട് ഈ പറഞ്ഞ 3 ടിപ്പുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഫോളോ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുന്നുണ്ടായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.